ഉമ്മയുടെ കാലിലും ഉപ്പയുടെ കാലിലും പേരുകൾ എഴുതുമോ ഉമ്മ? നമ്മുടെ വീടിന് മുകളിൽ ബോംബുകൾ വീഴുമ്പോൾ, തലച്ചോറും എല്ലുകളും തകർക്കുമ്പോൾ ആ പാദം നമ്മുടെ കഥ പറയും. ഓടി ഒളിക്കാൻ ഒരിടവും ബാക്കിയില്ലായിരുന്നുവെന്ന് ആ പാദം നമ്മുടെ കഥ പറയും. ഓടി ഒളിക്കാൻ ഒരിടവും ബാക്കിയില്ലായിരുന്നുവെന്ന്. ആ കവിത ഞാൻ വായിച്ചപ്പോൾ അത്രയും നേരം അലങ്കോലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് നിശബ്ദരായി. അവർ വളരെ ശ്രദ്ധാലുക്കളായിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. യോഗം കഴിഞ്ഞപ്പോൾ വന്ന് സംസാരിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ എന്നും പുതിയ തലമുറയെ കുറ്റം പറയുമെങ്കിലും കരുണ എന്ന വികാരം വൈകിയിട്ടില്ല എന്നുള്ള വസ്തുത എനിക്ക് മനസ്സിലായി. നമുക്കിനിയും പ്രതീക്ഷയ്ക്ക് ധാരാളം അവസരങ്ങളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അത് ചെറിയ കാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ. ഈ പണ്ടൊരിക്കെ ഇത് പലസ്തീനെ കുറിച്ച് എഴുതിയ കവിതയാണെങ്കിൽ പണ്ടൊരിക്കെ എഡ്ഗർ കരറ്റ് എന്ന ഒരു ഇസ്രായേലി കഥാകൃത്ത് ഒരു കഥ എഴുതിയിരുന്നു. അതുകൂടി ഒന്ന് പറഞ്ഞേക്കാം. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുകയൊന്നുമില്ല കേട്ടോ. എഡ്ഗർ കരറ്റ് എഴുതിയ കഥ ഇങ്ങനെയാണ്. ഒരച്ഛനും അമ്മയ്ക്കും കൂടി ഒരു മകൻ ഉണ്ടായിരുന്നു. ദരിദ്രരായിരുന്നു അവർ. സ്വാഭാവികമായിട്ടും യഹൂദന്മാരാണ് അവർ. ഇസ്രായേലിൽ താമസിച്ചിരുന്നത്.